ध्यायेद्विस्तृतभालदीप्तवदनं गौरोज्ज्वलश्मश्रुकम् ध्यायेद्विस्तृतभालदीप्तवदनं गौरोज्ज्वलश्मश्रुकम् कारुण्यामृतपूरिताब्जनयनं श्वेताम्बरं श्रीकरम् कारुण्यामृतपूरिताब्जनयनं श्वेताम्बरं श्रीकरं चिन्मुद्राङ्कितदीर्घबाहुयुगलं पद्मासनस्थं गुरुं चिन्मुद्राङ्कितदीर्घबाहुयुगलं पद्मासनस्थं गुरुं श्रीभट्टारक तीर्थपादममलं विद्याधिराजं मुनिं श्रीभट्टारक तीर्थपादममलं विद्याधिराजं मुनिम्. നവരാത്രി ആഘോഷങ്ങൾ കഴിഞ്ഞ് തിരുവനന്തപുരത്തെ ഒട്ടേറെ വേദികളിലെ ഉജ്ജ്വല പ്രഭാഷണങ്ങൾ പൂർത്തിയാക്കി സുബ്ബാജടാപാഠികൾ മടങ്ങുമ്പോൾ ഈ കുഞ്ഞൻപിള്ളയോട് ഒരു ചോദ്യം ചോദിച്ചു, കൂടെ വരുന്നു എന്ന്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ചിടത്തോളം പരമഭാഗ്യമായിട്ടാണ് ആ ചോദ്യം അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിയത്. അദ്ദേഹം ഒന്നും ആലോചിക്കാതെ സമ്മതമറിയിച്ചു. ഗുരുനാഥനോടൊപ്പം അദ്ദേഹം കല്ലടക്കുറിച്ചിയിലേക്ക് പോയി. സുബ്ബാജടാപാഠികൾ ഒരു മഹാഗുരുകുലം നടത്തുന്ന ആചാര്യശ്രേഷ്ഠനാണ്. പക്ഷേ അദ്ദേഹത്തിന് സ്വകാര്യമായ ഒരു ദുഃഖം ഉണ്ടായിരുന്നു, മക്കളില്ലാത്ത ദുഃഖം. ചട്ടമ്പി സ്വാമികൾ അവിടെ എത്തി 4.5 വർഷം, ഏതാണ്ട് 5 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ഒപ്പം വസിക്കുകയും ആ കുടുംബത്തിൽ ഒരംഗമായി തീരുകയും ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അനവത്യ ദുഃഖം, മക്കളില്ലാത്ത സങ്കടം പൂർണ്ണമായും മാറിക്കിട്ടി. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ചട്ടമ്പി സ്വാമികളുടെ സ്വന്തം അമ്മയായി മാറുകയും ചെയ്തു. അങ്ങനെ പകൽ മുഴുവൻ ഗുരുനാഥൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ചെയ്തു കൊടുക്കേണ്ട സേവനങ്ങൾ അനുഷ്ഠിക്കുക ഒക്കെ പൂർത്തീകരിച്ചിട്ട് രാത്രികാലങ്ങളിൽ അദ്ദേഹം അവിടെയുള്ള താളിയോലക്കെട്ടുകളും സമീപ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലും മഠങ്ങളിലും ആചാര്യന്മാരുടെ സന്നിധിയിലും എല്ലാം നിന്ന് കൈവന്ന താളിയോലക്കെട്ടുകളും എല്ലാം പരിശോധിച്ച് സ്വയം ശിക്ഷണത്തിൻ്റെ, സ്വയം അഭ്യസിക്കുന്നതിൻ്റെ ഒരു മഹാമാർഗം വികസിപ്പിച്ചെടുത്തു. അതിനിടയിൽ അദ്ദേഹത്തിന് അവിടെ വച്ച് ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾക്ക് ശിഷ്യപ്പെടുന്നതിനു കൂടി അവസരമുണ്ടായി. മാനേന്തിയപ്പൻ ക്ഷേത്രത്തിലും അതിനോടനുബന്ധിച്ചുള്ള തിരുവാടുതുറൈ ശൈവമഠത്തിലും പോയി പലതും പഠിക്കാൻ സാധിച്ചു. അദ്വൈതിയും സിദ്ധാന്തിയുമായ കൊടകനല്ലൂർ സുന്ദരസ്വാമികളിൽ നിന്ന് നിജാനന്ദവിലാസം, അതിൻ്റെ സാരം മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹമാണ്, ഈ കൊടകനല്ലൂർ സുന്ദരസ്വാമികളാണ് നിജാനന്ദവിലാസത്തിൻ്റെ കർത്താവ്. അതിനു മുൻപ് അദ്ദേഹം സ്വാനുഭവ പ്രമാണം, ബ്രഹ്മഗീത തുടങ്ങിയ കൃതികൾക്ക് തമിഴിൽ പരിഭാഷയൊക്കെ ചെയ്തിരുന്നു. ആ ഗുരുനാഥൻ്റെ കീഴിൽ പഠിക്കാൻ സാധിച്ചു. ആത്മാനന്ദ സ്വാമികൾ എന്നൊരാളിനെ പരിചയപ്പെടുന്നതിനും അവസരമുണ്ടായി. ആത്മാനന്ദ സ്വാമികൾ പൂർവാശ്രമത്തിൽ കുമാരവേലു എന്ന് അറിയപ്പെട്ടിരുന്ന ആളാണ്. നാടാർ സമുദായത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ചിടത്തോളം അറിവ് നേടുന്നതിന് ഏത് സമുദായത്തിൽ ജനിച്ച ആളിനും ശിഷ്യപ്പെടുന്നതിന് യാതൊരു വൈമനസ്യവും ഉണ്ടായിരുന്നില്ല. ജ്ഞാനനില, അറിവിൻ്റെ നിലവാരം, അതാണ് യഥാർത്ഥ വ്യക്തി വൈശിഷ്ട്യം എന്ന ബോധ്യം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നത് കൊണ്ട് ആചാര്യന്മാർ, സ്ത്രീകൾ തുടങ്ങി ഒട്ടേറെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ശിഷ്യപ്പെടുന്നതിനും ആർക്കും അറിയാത്ത രഹസ്യവിദ്യകൾ വരെ വശപ്പെടുത്തുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ആ കല്ലടക്കുറിച്ചിയിൽ താമസിക്കുന്ന 4.5 വർഷക്കാലം കൊണ്ട് തമിഴിലെ
ഒട്ടേറെ വിശിഷ്ട ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല, അവിടെ ആ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന മഹാസിദ്ധന്മാരായ ശൈവ പാരമ്പര്യത്തിലെ നായനാരന്മാരെയും വൈഷ്ണവ പാരമ്പര്യത്തിലെ ആഴ്വാർ പരമ്പരയിൽപ്പെട്ടവരെയും ഒക്കെ നേരിട്ട് കണ്ട് അവരോട് ആശയവിനിമയം നടത്തുന്നതിനും അവരുടെ ആശീർവാദം സമ്പാദിക്കുന്നതിനും ചട്ടമ്പിസ്വാമികൾക്ക് സാധിച്ചു. അഴുക്കുസ്വാമികൾ, മെഴുക്കുസ്വാമികൾ, ആട്ടുസ്വാമികൾ, മാട്ടുസ്വാമികൾ, ചട്ടിസ്വാമികൾ, ഒട്ടുസ്വാമികൾ, ഇങ്ങനെയൊക്കെ പേരുകളോടുകൂടിയ സന്യാസി ശ്രേഷ്ഠന്മാർ, അവധൂതന്മാർ, മഹാസിദ്ധന്മാർ, കാഴ്ചയിൽ ഒരു സവിശേഷതയും അവരിൽ ആരിലും പ്രകടമാവുകയില്ല. സാധാരണരിൽ സാധാരണരായിട്ട് ചിലപ്പോൾ കുളിക്കാതെയും ഉണ്ണാതെയും ഒക്കെ ഭ്രാന്തന്മാരുടെ മട്ടിൽ കാണപ്പെടുന്ന ആ മഹാജ്ഞാനികൾ അവരുടെ എല്ലാം അടുത്തു പോയി അതുപോലെ താഴേക്കൂടി കോമ്പസ്വാമികളോടൊത്ത് ജീവിച്ചു. അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ മഹാത്മാക്കളെയും പരിചയപ്പെടുകയും അറിയേണ്ടത് ഏതാണ്ട് എല്ലാം തന്നെ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ഭാരതീയ പാരമ്പര്യം, ദക്ഷിണ ഭാരതത്തിൻ്റെ സവിശേഷമായ ശൈവ പാരമ്പര്യം, വ്യാകരണം തുടങ്ങിയ വിഷയങ്ങൾ, യോഗ വിദ്യകൾ, മർമ്മവിദ്യ, കളരിപ്പയറ്റ്, സംഗീതം, വാദ്യവിദ്യകൾ, വാദ്യകലകൾ, ഇങ്ങനെയുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ, ഇതൊക്കെയാണ് സാധാരണ സാമ്പ്രദായികമായിട്ട് അന്ന് ഒരു ജിജ്ഞാസു വശപ്പെടുത്തുന്ന വിഷയങ്ങൾ. പക്ഷേ ചട്ടമ്പിസ്വാമികൾ ആ പരിചിതമായ ആ ലോകത്തെയും അതിക്രമിച്ച് മുന്നേറുകയാണ് ചെയ്തത്. അദ്ദേഹം ജ്യേഷ്ഠൻ്റെ കൂടെ വാമനപുരത്ത് താമസിച്ചിരുന്ന കാലത്ത് തന്നെ ഒരു മുസ്ലിം പുരോഹിതനിൽ നിന്ന് അറബി ഭാഷ പഠിക്കുകയും ഖുർആൻ വശപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത് തമിഴ്നാട്ടിൽ ഈ തിരുനെൽവേലിയിലും മധുരയിലും മറ്റുമായ പ്രദേശങ്ങളിൽ ജീവിച്ച സന്ദർഭത്തിൽ കൂടുതൽ പഠിക്കാൻ, ഖുർആൻ പഠിക്കാനും വാങ്ക് വിളിക്കുന്നതിനും ഉള്ള ശിക്ഷണം അദ്ദേഹം സ്വായത്തമാക്കി. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ വെച്ച് ഒരു ക്രിസ്തീയ പുരോഹിതനിൽ നിന്ന് ബൈബിളിനെക്കുറിച്ച് മനസ്സിലാക്കി, ക്രിസ്തുദേവനെക്കുറിച്ച് മനസ്സിലാക്കി. അങ്ങനെ അഭാരതീയമായ അന്നത്തെ പ്രബല വിശ്വാസങ്ങളെയും മറ്റും മനസ്സിലാക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു. അവിടുത്തെ വിദ്യാഭ്യാസം ഏതാണ്ട് പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ദക്ഷിണ ഭാരതം മുഴുവൻ പര്യടനം നടത്തി. അത് കഴിഞ്ഞ് ഗുരുനാഥൻ്റെ മുന്നിൽ ചെന്ന് മടങ്ങിപ്പോകാൻ അനുവാദം ചോദിച്ചു. ഗുരുനാഥൻ വല്ലാതെ വേദനിച്ചു. അദ്ദേഹം പ്രതീക്ഷിച്ചത് തനിക്ക് ശേഷം ഈ മഹാഗുരുകുലത്തെ നയിക്കുന്ന ആചാര്യനായിട്ട്, കുലപതിയായിട്ട് ഈ ചെറുപ്പക്കാരൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരിടത്തും സ്ഥിരമായി തങ്ങുക ശീലമില്ലാത്ത ചട്ടമ്പിസ്വാമികൾ ഗുരുവിൻ്റെയും പത്നിയുടെയും പരിപൂർണമായ സമ്മതത്തോടും അനുഗ്രഹത്തോടും കൂടി അവിടം വിടുകയാണ് ചെയ്തത്. തുടർന്ന് അദ്ദേഹം ഏതാണ്ട് ഒരു വർഷക്കാലം കൊണ്ട് ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചതായിട്ട് ബാലാഹുസ്വാമി ചരണാഭരണം എന്ന സംസ്കൃത കാവ്യത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ചട്ടമ്പിസ്വാമികൾക്ക് 55 വയസ്സുള്ള സമയത്ത് കവിദീപൻ എഴുതിയതാണ്. അതിനകത്ത് അദ്ദേഹം അത് പരാമർശിച്ചിട്ടുണ്ട്. സ്വാമികൾ അത് കണ്ടതാണ്. സ്വാമികൾ അതിനോട് വിയോജിപ്പൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഭാരതം മുഴുവൻ അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. അങ്ങനെ ഏതാണ്ട് 27 വയസ്സുള്ളപ്പോൾ ഇതെല്ലാം പൂർത്തിയാക്കി സ്വദേശമായ തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരികയായിരുന്നു ചട്ടമ്പിസ്വാമികൾ. ആ വരവിൽ അദ്ദേഹം പല സ്ഥലത്തും തപസ്സു ചെയ്തു. മരുത്വാമലയിലെ ഉച്ചിയിലുള്ള പിള്ളത്തടം ഗുഹയിലൊക്കെ തപസ്സു ചെയ്ത് മടങ്ങി വരുന്ന സന്ദർഭത്തിൽ വടിവീശ്വരം എന്ന സ്ഥലത്ത് വച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യാനുഭവം കൈവന്നു. അതെന്ത് എന്ന് ചോദിച്ചാൽ, അജ്ഞാതനായ ഒരു അവധൂത ഗുരുവിൽ നിന്ന് ദിവ്യരഹസ്യം സമ്പാദിക്കുന്നതിനും ഈശ്വര സാക്ഷാത്കാരം നേടുന്നതിനും ഉണ്ടായ ആ ഭാഗ്യമാണ്. അതിനെക്കുറിച്ച് ജീവചരിത്രകാരന്മാർ പ്രതിപാദിച്ചിട്ടുള്ളത്, ഒരു വിവാഹം നടക്കുന്ന സ്ഥലത്ത്, വിവാഹപ്പന്തലിൻ്റെ പുറകിൽ എച്ചിലിലകൾ വലിച്ചെറിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് എച്ചിലിലകളിൽ നിന്നും എച്ചിൽ വടിച്ചു തിന്നുന്ന ഒരു പ്രാകൃത സ്വരൂപനെ അദ്ദേഹം കണ്ടു എന്നും അദ്ദേഹത്തെ ശ്രദ്ധിച്ചു എന്നും ഈ ചെറുപ്പക്കാരൻ തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രാകൃതരൂപിയായ മനുഷ്യൻ എഴുന്നേറ്റ് സാവകാശം നടക്കാൻ തുടങ്ങി. ചട്ടമ്പിസ്വാമികൾ അദ്ദേഹത്തെ പിന്തുടർന്നു.
കുറേ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വേഗം കൂടി ക്രമേണ അത് ഓട്ടമായി. പിന്നാലെ ഓടി ഒരു കുറ്റിക്കാട്ടിൽ ചെന്ന് ആ ഓട്ടം അവസാനിപ്പിച്ചു. അവിടെ ചെന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ പ്രാകൃത സ്വരൂപിയുടെ മുന്നിൽ അദ്ദേഹം സാഷ്ടാംഗം നമസ്കരിച്ചു. ചട്ടമ്പി സ്വാമികൾക്ക് തോന്നി തൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രാകൃത സ്വരൂപി വെറും മനുഷ്യനല്ല എന്ന്. അദ്ദേഹം സാഷ്ടാംഗം നമസ്കരിച്ചു. ആ മനുഷ്യൻ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിച്ച് നെഞ്ചിൽ തൊട്ടുകൊണ്ട് അദ്ദേഹത്തിന് ദിവ്യമായ തത്വോപദേശം നൽകി. അദ്ദേഹം ബ്രഹ്മവിലീനനായി സമാധിസ്ഥനായി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ തന്നെ മുന്നിൽ സാക്ഷാൽ ശിവഭഗവാൻ ശ്രീപരമേശ്വരൻ നിലകൊള്ളുന്ന ജ്വലിച്ചു നിൽക്കുന്ന ആ തേജോമയ രൂപം പ്രകടമായി എന്നും ആണ് പറയുന്നത്. അത് ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ അനുഭവമാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ആധുനിക കാലത്ത് ഈ സാക്ഷാത്കാരം എന്ന അനുഭവം, ബ്രഹ്മസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം എന്ന അനുഭവം, ചരിത്ര സംഭവം രേഖപ്പെട്ടു കിട്ടിയിട്ടുള്ളത് ചുരുക്കം ആചാര്യന്മാരുടെ കാര്യത്തിൽ മാത്രമാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഇങ്ങനെ അനുഭവം ഉണ്ടായതിനെക്കുറിച്ച് മഹർഷി അരവിന്ദനെക്കുറിച്ചറിയാം. സാക്ഷാത്കാരം കൈവന്നതിനെക്കുറിച്ച് രമണ മഹർഷിയെക്കുറിച്ചും നമുക്കറിയാം. കേരളത്തിൽ നമ്മൾ ആ നിലയിൽ അടുത്ത കാലത്ത് കേട്ടിരിക്കുന്നത് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് മാത്രമാണ്. എന്ന് എവിടെ വച്ച് സാക്ഷാത്കാരമുണ്ടായി എന്ന ചരിത്ര അനുഭവം ചട്ടമ്പി സ്വാമികളുടെ കാര്യത്തിൽ നിസ്സംശയം രേഖപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആണ് അദ്ദേഹം തിരുവനന്തപുരത്ത് തിരിച്ചെത്തുന്നത്. അപ്പോഴത്തേക്കും അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു കുറവും ഒന്നുമില്ലാത്ത നിലയിൽ പരിപൂർണനായി അദ്ദേഹം തിരിച്ചു വന്നു. ആ സന്ദർഭത്തിൽ ആണ് അദ്ദേഹത്തിന് കൂവക്കര മഠത്തിലെ പോറ്റിയുടെ ഗ്രന്ഥാലയത്തിൽ 3 പകലും രാത്രിയും പരിശോധന നടത്താൻ അനുവാദം കിട്ടുന്നതും. അവിടെ നിന്നിറങ്ങി വന്ന് അദ്ദേഹം ആ പോറ്റി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാധിരാജൻ എന്ന ആ ബിരുദം അദ്ദേഹത്തിന് കൈവരുന്നത്. പിന്നീട് അത് ജ്ഞാനപ്രചാരത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ബിരുദദാന ചടങ്ങായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് PhD പ്രബന്ധം ഒക്കെ സമർപ്പിച്ച് അതിൻ്റെ മൂല്യനിർണയ ഫലം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പൺ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു ചടങ്ങിൽ കൂടി ആ ബിരുദം സമ്മാനിക്കുന്ന അക്കാദമികമായ ആ ഒരു പരീക്ഷ നടക്കുന്നത് പോലെ ജ്ഞാനപ്രചാരത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിദ്യാധിരാജ ബിരുദം അദ്ദേഹത്തിന് സമർപ്പിക്കുന്ന ഒരു ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ അദ്ദേഹം തിരുവനന്തപുരത്തെത്തി സർവാരാധ്യനായി വിരാജിക്കുന്ന സന്ദർഭത്തിലാണ് 1882 ചെമ്പഴന്തിക്കടുത്തുള്ള അണിയൂർ ക്ഷേത്ര പരിസരത്തിൽ വച്ച് നാണുഗുരു എന്ന പിൽക്കാലത്തെ ശ്രീനാരായണ ഗുരുവിനെ കാണാൻ ഇടയായത്.